മുട്ടമാമ ഞാൻ ഞെട്ടിമാമ. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം നമ്മുടെ ഈ മുട്ടമാമനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. 39 മണ്ഡലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമാണ്. അതിൽ 27 മണ്ഡലങ്ങളിലും BJP ജയിച്ചു. ഞെട്ടാതിരിക്കാനൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള 39 മണ്ഡലങ്ങളിൽ 27 മണ്ഡലങ്ങളിലും NDA വിജയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 39 മണ്ഡലങ്ങളിൽ 27 ഇടങ്ങളിലും BJPയുടെ പിന്തുണയോടുകൂടി JDUയോ അതല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പിന്നെ കത്തിഹാർ എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലത്തിൽ 44% മുസ്ലിങ്ങളാണ്. അവിടെ 33% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചു. ഇതെന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ച് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം സമൂഹം അവരെ പ്രീണിപ്പിക്കുന്നവരോടൊപ്പം തൽക്കാലം നിൽക്കുമെങ്കിലും അവരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സംരക്ഷണം ഒരുമിച്ചേറ്റെടുത്ത് രാജ്യത്തിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനം നടത്തുന്നവരുടെ കൂടെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും ഒക്കെ നിൽക്കുന്നത്. അവരെ പ്രീണിപ്പിച്ച് വോട്ട് നേടാൻ നടക്കുന്നവർക്ക് ചിലപ്പോൾ താൽക്കാലികമായ വിജയമുണ്ടാവുമെങ്കിലും പിന്നീട് അത് അമ്പയെ പരാജയപ്പെട്ടു പോകും. അതാണ് അവിടെ സംഭവിച്ചത്. മാത്രവുമല്ല, അവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, ഈ വിദേശത്ത് നിന്നും മറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് അനധികൃതമായി താമസിച്ചും ആ സംസ്ഥാനത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഹാനികരമായ നിലയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകത്തക്ക നിലയിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ ശക്തമായി നേരിടാൻ BJPക്ക് കഴിഞ്ഞു. പിന്നൊന്ന്, ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ അനധികൃതമായി അവിടെ വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിക്കൂടി വോട്ടർമാരായി മാറി. അവരെയൊക്കെ കണ്ടുകൊണ്ടായിരുന്നു നമ്മുടെ ഈ സോണിയാഗാന്ധിയുടെ പാർട്ടിയും അല്ലെ മറ്റുള്ളവരുടെ പാർട്ടിയും എല്ലാം കൂടെ ചേർന്ന് ഗഠബന്ധനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടന്നത്. പക്ഷേ ആ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സംബന്ധിക്കുന്ന ആ റിവിഷൻ, അതിശക്തമായ റിവിഷനിലൂടെ അനധികൃതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കൂട്ടിയവരെ പുറത്താക്കി യഥാർത്ഥ പൗരന്മാരെ മാത്രം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തത്തക്ക നിലയിൽ പ്രവർത്തനം സജ്ജമാക്കി പ്രസിദ്ധീകരിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലായിട്ട് പ്രസിദ്ധീകരിച്ച് 11 ദിവസം കഴിഞ്ഞാണ് ഇലക്ഷൻ നടന്നത്. ഒരൊറ്റ വോട്ടറും വന്ന് എൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ല. കാരണം പറയാനൊക്കത്തില്ല. വോട്ട് നഷ്ടപ്പെട്ടു പോയവരൊന്നും അവിടുത്തെ വോട്ടർമാർ ആയിരുന്നില്ല. അതാണ് അവിടുത്തെ വിജയത്തിന് ഒരു കാരണം. മറ്റൊന്ന്, ഏതാണ്ട് 2005-2006 തന്നെ നിതീഷ് കുമാർജി ഏതാണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൈക്കിൾ കൊടുത്തു. അതേപോലെ തുടർന്നും ഉള്ള കുട്ടികളുടെ സൗകര്യാർത്ഥം പല പ്രവർത്തനങ്ങളും ചെയ്തു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് നാപ്കിൻ കൊടുത്തു. അപ്പോൾ ആർത്തവ സമയത്തും അവർക്ക് സ്കൂളിൽ വരുന്നതിനും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്തക്ക നിലയിലുള്ള പരിപാടികൾ അവിടെ ചെയ്തു. ഉദ്യോഗ രംഗത്ത് 50% സംവരണം ഏർപ്പെടുത്തി. പോലീസിൽ 35% സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി. അങ്ങനെ സ്ത്രീകളുടെ സുരക്ഷിതത്വം, സ്ത്രീകളുടെ ഈ സമൂഹത്തിൽ ഉന്നതങ്ങളിലേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം കൂടെ കൊണ്ടാണ്. പിന്നെ അവസാനം അദ്ദേഹം 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബീഹാറിലെ സമസ്ത സ്ത്രീകളും ഹഠാകർഷിതരായി വളരെ ആവേശത്തോടു കൂടി ഈ തരത്തിലുള്ളൊരു സൽഭരണം തുടർന്ന് കാണണമെന്നുള്ള ഉഗ്രമായ താല്പര്യത്തോടു കൂടി വോട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്രമാത്രം വൻപിച്ച വിജയം BJPയുടെ സഖ്യമായ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കുമൊക്കെ നേടാൻ കഴിഞ്ഞത്. അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അലയോ മുട്ടമാമ, നമ്മൾ ഞെട്ടിയിട്ട് കാര്യമില്ല.